ലോകാദശേഷാദ് ആലോകലോകപർവതാദ് യേ സന്തി ബ്രഹ്മജ്ഞാ ദേവാഃ തേഭ്യോ നിത്യം നമാമ്യഹം. ഓം ശ്രീനാഥാദിഗുരുത്രയം ഗണപതിം പീഠത്രയം ഭൈരവം സിദ്ധൗകം വടുകത്രയം പദയുഗം ദ്യുതീക്രമം മണ്ഡലം വീരാജഷ്ടചതുഷ്കഷഷ്ടിനവകം വീരാവലീ പഞ്ചകം ശ്രീമന്മാലിനി മന്ത്രരാജസഹിതം വന്ദേ ഗുരോർമണ്ഡലം. ഓം ശ്രീ നാരായണീ നമഃ. ഗുരുഗീതയിലെ 6, 7, 8 ശ്ലോകമന്ത്രങ്ങളെ നമുക്ക് ഒരുമിച്ച് വിചിന്തനം ചെയ്യാം. 6ാമത്തെ ശ്ലോകം എന്താണെന്ന് ആദ്യമായിട്ട് പറയാം. പരമശിവൻ പാർവതിയോട് പറയുന്നതായിരിക്കുന്ന രൂപത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് നമ്മൾ. 6ാമത്തെ ശ്ലോകം. വേദശാസ്ത്ര പുരാണാനി ഇതിഹാസാദികാനി ച മന്ത്രയന്ത്രാദിവിദ്യാശ്ച സ്മൃതിരുച്ചാടനാദികം. 7ാമത്തെ ശ്ലോകം. ശൈവശാക്താഗമാദീനി അന്യാനി വിവിധാനി ച അപഭ്രംശകരാണീഹ ജീവാനാം ഭ്രാന്തചേതസാ. 8ാമത്തെ ശ്ലോകം. യജ്ഞോപ്രദം തപോദാനം ജപതീർത്ഥം തഥൈവ ച ഗുരുതത്വമവിജ്ഞായ മൂഢാസ്തി ചരതി ജനാഃ. ഗുരുതത്വം അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മപ്രയോഗങ്ങളും വ്യർത്ഥമാണ് എന്നാണ് ഇവിടെ നമ്മളോട് അറിയിപ്പിക്കുന്നത്. 6ാമത്തെ ശ്ലോകത്തിൽ വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ എന്നിവയും അപ്രകാരം തന്നെ മന്ത്രം, യന്ത്രം തുടങ്ങിയിരിക്കുന്ന തന്ത്രശാസ്ത്രാദി വിദ്യകളും അപ്രകാരം തന്നെ ശൈവം, ശാക്തം, വൈഷ്ണവം മുതലായ വിവിധ തന്ത്രശാഖകളും ഭ്രാന്തചിത്തരായ മനുഷ്യരെ കൂടുതൽ വഴി തെറ്റിക്കുന്നവയാണ്. ഗുരുവിന്റെ തത്വമറിയാതെ യജ്ഞം, വ്രതം, തപസ്, ദാനം, ജപം, തീർത്ഥാടനം എന്നിവ ചെയ്യുന്ന ആളുകളും മൂഢന്മാരാണ് എന്നാണ് 6, 7, 8 ശ്ലോകങ്ങളിലൂടെ ഗുരുഗീതാകാരൻ നമ്മെ ബോധിപ്പിക്കുന്നത്. ഇപ്പോ ഭാരതീയനെ സംബന്ധിച്ച് അവന്റെ പ്രധാന ഗ്രന്ഥം വേദങ്ങളാണ് എന്നാണ് പറയുന്നത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം തുടങ്ങിയ വേദങ്ങളാണ് ഭാരതീയനെ
ഏറ്റവും വലിയ പ്രമാണ ഗ്രന്ഥമായിട്ട് ഇരിക്കുന്നത്. അപ്രകാരം തന്നെ 6 ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും അപ്രകാരം തന്നെ 2 ഇതിഹാസങ്ങളും രാമായണം മഹാഭാരതം എന്നീ രീതിയിൽ പിന്നെ മാന്ത്രികം, താന്ത്രികം, വൈദികം തുടങ്ങിയിരിക്കുന്ന ആഗമ നിഗമ തുടങ്ങിയിരിക്കുന്ന തന്ത്രശാസ്ത്രങ്ങളും ഒക്കെ മാത്രമല്ല ശൈവത്തിൽ ശിവനാണ് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞ് ആ ശൈവ സംബന്ധമായിരിക്കുന്ന ഉപാസനയെ, ആരാധനയെ വളരെയധികം ശ്ലാഘിച്ചുകൊണ്ട് വിശദമാക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ശൈവം. അതുപോലെ തന്നെ ശാക്തേയം ദൈവീ സംബന്ധമായിരിക്കുന്ന ശക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവയെല്ലാം അതിൻ്റെ കീഴിൽ വരുന്നതാണെന്നും അറിയിപ്പിച്ചുകൊണ്ടും പ്രധാനം തന്നെ വൈഷ്ണവത്തിൽ വിഷ്ണുവാണ്, ആദിനാരായണനാണ് ആദ്യമുണ്ടായിരുന്ന ശക്തി എന്ന രീതിയിൽ വിഷ്ണു സംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടും ഉള്ള തന്ത്രശാസ്ത്രങ്ങളെല്ലാം ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഭ്രാന്തചിത്തരായ, അതായത് യാഥാർത്ഥ്യം എന്തെന്നറിയാതെ ഈ സ്വപ്നസന്നിഭമായിരിക്കുന്ന പ്രപഞ്ചത്തെ ജാഗ്രത്തിനെ യാഥാർത്ഥ്യമാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവിടെ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരെയും ആണ് ഇവിടെ ഭ്രാന്തചിത്തര് എന്ന് പറയുന്നത്. അങ്ങനെ ഭ്രാന്തചിത്തരായിരിക്കുന്ന ആളുകളെ കൂടുതൽ അവരുടെ ഭ്രമത്തെ കൂട്ടുവാൻ പ്രേരണ കൊടുക്കുന്നതാണ് ശരിയാം രീതിയിൽ ഈ ഗ്രന്ഥങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്നാണ് അറിയിപ്പിക്കുന്നത്. ഗുരുമുഖത്തിൽ നിന്നുമല്ലാതെ വിദ്യ ഗ്രഹിച്ചാൽ ഇപ്പോ ഇന്ന് അറിവുകളെല്ലാം IT മേഖല, ഇൻഫർമേഷൻ ടെക്നോളജി, നെറ്റിലൂടെ അറിവുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അതുപോലെ ഗുരു ശുശ്രൂഷ തുടങ്ങിയിരിക്കുന്ന ആദരവുകൾക്കും ഉപചാരങ്ങൾക്കുമെല്ലാമുള്ള പ്രസക്തി കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ തലയിൽ അറിവുകൾ നിറച്ചു വെക്കും തോറും അത് ഉള്ളിലേക്ക് പ്രവേശിക്കാതെ, ഹൃദയത്തിലേക്ക് പ്രവേശിക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം ഇത്തരം അറിവുകളെല്ലാം അവന്റെ ഭ്രമത്തെ എന്നുവെച്ച മോഹത്തെ, അജ്ഞാനത്തെ വർദ്ധിപ്പിക്കുവാൻ മാത്രമാണ് സഹായകമാകുന്നത്. ഇവിടെ പരമാർത്ഥതത്വമായിരിക്കുന്ന, ശാന്തമായിരിക്കുന്ന ആ ബ്രഹ്മം തന്നെയാണ് തൻ്റെ അകത്തും പുറത്തും ഒരേപോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തത്വം അനുഭവവേദ്യമാകാത്തിടത്തോളം കാലം നമുക്ക് ഇവിടെ ദുഃഖമാണ് ഉണ്ടാവുക എന്നാണ് ഗുരുഗീതാകാരൻ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളും ശാസ്ത്രങ്ങളും അറിവുകളും മോശമാണ് എന്ന അർത്ഥത്തിലല്ല അങ്ങനെ അറിയിപ്പിക്കുന്നത്. അവ കാരണം ഏതെന്തിൻ്റെയും വാസ്തവത്തിൽ താല്പര്യം നിജബോധം, നമ്മുടെ ആത്മാവിന്റെ സുസ്ഥിതിയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അത് ബോധ്യമാകുന്നില്ലെങ്കിലെല്ലാം വ്യർത്ഥം, അത് ദുഃഖത്തെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീതാകാരൻ മുന്നോട്ട് പോകുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം.
ഓം കാമതോ അകാമതോ വാപി യത്കരോമി ശുഭാശുഭം തത്സർവം ത്വയി സന്യസ്തം ത്വത്പ്രയുക്താ കരോമ്യഹം. ഓം ബ്രഹ്മണേ നമസ്തുഭ്യം മമാത്മനെ നമോ നമഃ. ശ്രീം ലളിതാംബികായൈ തേ സമർപ്പയാമി മാം ശിവേ.